ഹായ് ഹലോ, എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി എൻ്റെ വല്യമ്മച്ചിയുടേതാണ്. അപ്പോൾ വല്യമ്മച്ചി ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തെടുക്കുമ്പോഴത്തേക്കും കപ്പ ബിരിയാണി നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചി എടുത്തിരിക്കുന്നത് 1.25 കിലോയാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളായി ഞുറുക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ഒരു പകുതി സവോളയാണ്. അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 2-3 കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയും കൂടിയാണ്. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിൽ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനൊപ്പം നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സർവ്വസുഗന്ധിയുടെ ഇലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ 1.25 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇറച്ചി ഒന്ന് വെന്ത് വരാൻ ആവശ്യമായി ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ നമുക്കൊന്ന് അടച്ചെടുത്ത് വേവിച്ചെടുക്കാം. എനിക്കിവിടെ ഇറച്ചി വേകാൻ ആവശ്യമായത് ഏകദേശം ഒരു 20 മിനിറ്റാണ്. അപ്പോൾ ഇത്രയും നേരം തന്നെ ആവണമെന്നില്ല. ഓരോ ഇറച്ചിക്കും ഓരോ വേവാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇറച്ചിയുടെ വേവ് നോക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള കപ്പയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ ഞാൻ എടുക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ കപ്പ കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലെയുള്ള ഐസ് ബാഗുകളാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് കപ്പ സാധാരണ പോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ആക്കി എടുക്കും. എന്നിട്ട് 2 തവണ ഒന്ന് വാഷ് ചെയ്തെടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും. ശേഷം കപ്പയിലെ വെള്ളം നല്ലതുപോലെ ഊറ്റി കളഞ്ഞെടുക്കുക. പിന്നെയുള്ള കപ്പയിലെ വെള്ളം ഒന്ന് വലിയാനായിട്ട് ഒരു കോട്ടൺ തുണിയിലേക്കോ മറ്റോ ഒന്ന് ഇട്ട് കൊടുത്ത് കപ്പേനെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. കപ്പ ഏകദേശം ഒന്ന് ഡ്രൈ ആയെന്ന് കണ്ടതിന് ശേഷം ഇതുപോലത്തെ ഐസ് ബാഗിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതെടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ചെയ്തെടുക്കുന്ന കപ്പയ്ക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. സാധാരണ നമ്മൾ പറയാറില്ലേ, നമുക്ക് കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്പം മടുപ്പൊക്കെ തോന്നാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കപ്പ കഴിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കപ്പയുടെ തണുപ്പൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ ഒരു പാതി വേവിച്ചുകൊണ്ട് തന്നെ കപ്പ വെന്ത് കിട്ടാൻ അധികം സമയം വേണ്ട, കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കപ്പയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കപ്പയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ ഞാനിതിനെ ഉടച്ചും കൂടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് വെന്ത് വന്നിരിക്കുന്ന ബീഫിൻ്റെ പരുവം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇറച്ചിനെ ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് നമുക്ക് കപ്പയും ബീഫും കൂടെ ഒരുമിച്ചായിട്ട് വേവിക്കാം. ഇപ്പോൾ ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇറച്ചി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാലാട്ടോ ചേർക്കുന്നത്. കട്ടിയായിട്ടുള്ള പാലല്ല, അല്പം വെള്ളം ചേർത്ത് നീട്ടിയെടുത്തിരിക്കുന്ന പാലാണ്. അപ്പോൾ അമ്മച്ചി എപ്പോഴും കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ അതൊന്ന് അറിയിക്കണേ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഈ തേങ്ങ ഞാൻ വറുത്താട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചൂടായിരിക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് ഒരു 7 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്നതാണ്. ശേഷം ഇതിലേക്ക് 3 സ്പൂൺ ചിരകിയിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു ചെറു തീയിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ കയറി വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പൊടി ചേർത്ത ശേഷം അധികം നേരം ഇളക്കണമെന്നില്ല. ഒന്ന് ചെറുതായിട്ടും കൂടി ഒന്ന് കളർ കയറി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കപ്പയുമായിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ കപ്പയ്ക്ക് നല്ല മണമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്. അപ്പോൾ എല്ലാവരോടും ബൈ.